സ്പോയിലർ നമ്മൾ പറയുന്നില്ല, കഥ പറയുന്നില്ല. കാരണം ഈ സിനിമയ്ക്ക് കഥയില്ല, അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മലയാളത്തിന്റെ സ്വന്തം എന്റെ പൊന്നു ലാലേട്ടാ, പാൻ ഇന്ത്യൻ പണ്ണുമ്പോ ഇമ്മാതിരി പണ്ണി വെക്കുമെന്ന് നമ്മൾ ചിന്തിച്ചില്ല. ആണോ? അല്ല, ഈ ലാലേട്ടന്റെ പെർഫോമൻസ് ആണ് ആണോ? അയ്യോ, മറ്റേ എത്രയും പെട്ടെന്നേ ആനഡി വെരിഫോർ വിളിച്ചിട്ട് ഈ പുരുഷൻ ഇറങ്ങിയ എല്ലാ തിയേറ്ററിൽ നിന്ന് ഈ പടത്തിന്റെ പ്രിന്റ് ഉൾപ്പെടെ നശിപ്പിക്കാൻ പറ. അവിടെ ചോദിക്കണ്ട. ക്രിസ്മസ് ആയിട്ട് രാവിലെ പടക്കം പൊട്ടിച്ച്. അല്ലല്ല, വേറെ കോമഡി ഉണ്ട്. നമ്മളിപ്പോ എല്ലാവർക്കും അറിയാം, ഞാനൊരു ഭയങ്കര മോഹൻലാൽ ഫാനാണ്. ഈ മോഹൻലാൽ ഫാനായ എനിക്ക് പോലും സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചുറ്റിക്ക് പറഞ്ഞ് അച്ഛന് കാര്യം ചെയ്യും, അത് ലാലേട്ടനുള്ള ഇഷ്ടം കൂടെ ചിന്തിക്കാൻ പറഞ്ഞ് നീ കുറച്ച് സമയം കിടന്ന് ഉറങ്ങിക്കോ, ഇത് നീ കാണണ്ട. ഞാൻ പറഞ്ഞു ഉറങ്ങി. സത്യം കേട്ടോ, പേട്ട ചെറുക്കണ്ടല്ലോ, മുഖത്തൊക്കെ അടിക്കുമ്പോ ഉണ്ടല്ലോ എന്റെ കൈയൊക്കെ തരിച്ചു വരികയാണ്. ലാലേട്ടന്റെ മുഖത്ത് അടിച്ചേക്കണ അതും ഇവിടുത്തെ നല്ല ചെറുപ്പക്കാരി പെമ്പിള്ളാരൊക്കെ ആയിട്ട് കിടന്ന് ലാലേട്ടൻ നല്ല മെഴുകി അഭിനയിച്ചോണ്ടിരിക്കുമ്പോഴേ ഏതോ ഒരു പുരാവസ്തു നായികയെ കൊണ്ടുവന്നിട്ട് അഭിനയിപ്പിക്കണം. എന്ത് പടമായത്, ഒരു വേട്ടാവളിയും പടം, ഒരു മേനയില്ല. ലാലേട്ടൻ സത്യം പറഞ്ഞ വിഷമമുണ്ട് കേട്ടോ. പൈസക്ക് വേണ്ടി ഇങ്ങനെ എത്ര ഈ മോശം ഇങ്ങനെ അഭിനയിക്കണം. ഇതെന്ത് ശിവനെ വിറ്റ് എല്ലാവരും പൈസ ഉണ്ടാക്കാൻ അറിയിക്കണം. എല്ലാം ശിവന്റെ കഥ. ഇത് ആറാട്ട് സിനിമയില്ലേ, അതിന് കുറച്ച് ഭക്തിയോടെ കയറ്റി സെറ്റാക്കിയ ഒരു പടമാണ്. ലാലേട്ടന്റെ ഒരു ബാഹുബലി എന്നൊക്കെ പറയാനുണ്ടോ? ബാഹുബലി ലാലേട്ടന്റെ ബാഹുബലിയൊക്കെ ഇത് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചിരിച്ച് ചാവാൻ കൊള്ളാം. ഇതിനകത്ത് ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഫസ്റ്റ് ഹാഫ് നമ്മള് ഇങ്ങനെ സിനിമ ഒരു ലോജിക്ക് ഇതിനും എഴുതി കാണിക്കേണ്ടിരുന്നത്, നോ ലോജിക് ഓൺലി മാഡ്നസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിങ്ങളതൊന്നും പറയാൻ പറ്റില്ല. ഇതിനകത്ത് ഫ്രണ്ടിൽ തുടക്കം എഴുതി കാണിച്ചിരുന്നെങ്കിൽ നിങ്ങളടുത്ത് നമുക്ക് ഈ റിവ്യൂ പറയാൻ പറ്റില്ല. ഒരു കണ്ണപ്പ ലെവൽ അത്രയും ഇതായിട്ടുണ്ടോ? കണ്ണപ്പ ലെവലൊന്നും പറയാൻ പറ്റില്ല. ഇത് ഒരു ഇതില്ലാത്തൊരു നടന്റെ അഭിനയമൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്തെടുത്ത് പോകും, ആ ലെവലിലുള്ള അഭിനയം. ലാലേട്ടൻ നമ്മുടെ തെലുങ്ക് ഓഡിയൻസിന് വേണ്ടിയിട്ട് എടുത്തൊരു പടമായിട്ട് തോന്നി. തെലുങ്ക് നല്ല ബാഹുബലി വന്നു, എന്നിട്ടാണ് ഇത് തെലുങ്ക് എന്ന് പറയുന്നത്. കാര്യം വളരെ മോശം VFX ആയിരുന്നു.